ഹായ് മക്കളെ, വെൽക്കം ടു സുവോളജി മാർക്ക് റൂം. നിങ്ങളെല്ലാവരും പഠിച്ച ചാപ്റ്റർ ആണ് അല്ലേ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ നമ്മൾ ഫ്രോഗിനെ പറ്റിയിട്ടാണല്ലേ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്ക് റൂമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രമാണ് ഫ്രം ദ ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഫസ്റ്റ് ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് ഫ്രോഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, മെയിലിൻ്റെ കേസിൽ എക്സ്ക്രീറ്ററി സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണക്റ്റഡ് ആണല്ലേ. സോ ഇവിടെ നമ്മളോട് ലേബിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ, ബി, സി ആൻഡ് ഡി 4 പാർട്സ് ആണ്. അതിൽ എ നോക്കിയടാ, എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് അല്ലേ. സോ എ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ്. നിങ്ങൾക്കറിയാം, എ പെയർ ഓഫ് ടെസ്റ്റിസ് അവിടെ പ്രസന്റ് ആയിരിക്കും. ഇനി ബി കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? 2 സാധനങ്ങൾ ഉണ്ട് അല്ലേ, വിച്ച് ഈസ് കിഡ്നീസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ കേസിലും എന്താണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കേസിൽ നിങ്ങൾക്കറിയാം 2 കിഡ്നി പ്രസന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അടുത്ത സി എന്ന് പറഞ്ഞ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു മാർക്ക് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിനോജെനൈറ്റൽ ട്രാക്റ്റ് ആണ്. അതായത് ബോത്ത് സ്പേംസും അതേപോലെ തന്നെ യൂറിനും ഒരേപോലെ പാസ് ചെയ്യുന്ന ട്രാക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് ഡി. ഡി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, വിച്ച് ഈസ് യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ഡയഗ്രാം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിലെ കുറേ പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ലേബൽ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് എ ആണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്ത് തന്നെയാണ്, നമ്മുടെ ഒവിഡക്റ്റ് ആണ് അല്ലേ. ഇനി ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം പെയർഡ് ആയിട്ടുള്ള എന്തോ ഒരു ഓർഗൻ ആണെന്ന് അറിയാം അല്ലേ. സോ ബി എന്ന് പറഞ്ഞാൽ ഓവറി ആണ്. തൊട്ട് താഴെ തന്നെ വേറൊരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്, അത് കിഡ്നിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ട്യൂബാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ് ആ ട്യൂബ് എന്ന് പറഞ്ഞാൽ യുറേറ്റേഴ്സ് ആണ്. അതിനുശേഷം തൊട്ട് താഴെ ഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലോയോക്കയാണല്ലേ. സോ നമ്മളിവിടെ ക്ലോയോക്ക എന്ന് മാർക്ക് ചെയ്തു. ക്ലോയോക്കയുടെ തൊട്ട് താഴെ വരുന്ന സ്ട്രക്ചർ എന്താണ്? ക്ലോയോക്കൽ അപ്പേർച്ചർ ആണ്. അതിൻ്റെ തൊട്ട് താഴെ ലാസ്റ്റ് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് എഫ്. അത് സെയിം തന്നെയാണ് അല്ലേ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും. അതെന്താണ് മക്കളെ? യൂറിനറി ബ്ലാഡ്. യെസ്. അപ്പം ഇതുപോലുള്ള ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.